ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കെം ക്വീൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 11th തേർഡ് ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് അല്ലേ. ആ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിലും ബേസിക് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് എക്സാമിന് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പീരിയോഡിക് ട്രെൻഡ്സ് ആണ്. അതായത് പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് വൈസ് പോകുമ്പോഴും പീരീഡ് വൈസ് പോകുമ്പോഴും ഓരോ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് എന്ത് ചേഞ്ചാണ് സംഭവിക്കുന്നത് എന്നാണ് അതിൽ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതെങ്ങനെ നമുക്കൊന്ന് ക്വിക്കായിട്ട് പഠിക്കാം, പെട്ടെന്ന് ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഏതൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടി എങ്ങനെ പഠിക്കാം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, കൂടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. 6 ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് മെയിനായിട്ട് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. ആറ്റോമിക് റേഡിയസ്, അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, വാലൻസി ആൻഡ് കെമിക്കൽ റിയാക്ടിവിറ്റി. ഇത്രയും പഠിച്ചാൽ ശരിക്കും ആ ചാപ്റ്ററിൻ്റെ കോർ പാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ്. ഈസി ആയിട്ട് പെട്ടെന്ന് എങ്ങനെ നോക്കാം. ആറ്റോമിക് റേഡിയസ്. ആറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആറ്റത്തിൻ്റെ റേഡിയസ് ആണല്ലേ ആറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ജനറലി സൈസ് എന്ന് പറയാം, ആറ്റത്തിൻ്റെ സൈസ് എന്നും പറയാം. ആറ്റത്തിൻ്റെ സൈസ് പീരിയോഡിക് ടേബിളിൽ എങ്ങനെ വേരി ചെയ്യും? നമുക്കറിയാം, ടോപ്പ് ടു ബോട്ടം പോകുമ്പോൾ ആറ്റത്തിൻ്റെ റേഡിയസ് ഇൻക്രീസസ്. എന്താ റീസൺ? ഓരോ പീരീഡ് താഴേക്ക് വരുന്തോറും ഓരോ മെയിൻ ഷെല്ല് കൂടി വരികയാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ പീരീഡിൽ കെ ഷെല്ല് മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ പീരീഡിൽ എൽ ഷെല്ലും കൂടെ വരും, കെയും എല്ലും. മൂന്നാമത്തിൽ കെ എൽ എം, നാലാമത്തിൽ കെ എൽ എം എൻ. സോ ഷെൽസ് കൂടി വരിക. ഷെല്ല് ഓരോന്ന് കൂടി വരുന്തോറും ഓട്ടോമാറ്റിക്കലി സൈസ് എന്ത് ചെയ്യും? കൂടും. സോ ടോപ്പ് ടു ബോട്ടം ആറ്റോമിക് റേഡിയസ് ഇൻക്രീസസ്. അപ്പോൾ ഒരു പീരിയോഡിക് ടേബിളിൽ ടോപ്പ് ടു ബോട്ടം നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ആറ്റോമിക് റേഡിയസ് ഇൻക്രീസസ്. അതേസമയം ലെഫ്റ്റ് ടു റൈറ്റ് ആറ്റോമിക് റേഡിയസ് ഡിക്രീസസ്. എന്താ റീസൺ? ന്യൂക്ലിയർ ചാർജ് കൂടുകയാണ്, പക്ഷേ ഒരേ ഷെല്ലിലേക്ക് തന്നെയാണ് വീണ്ടും ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത്. സോ ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ആ ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് വലിക്കുന്ന പവർ കൂടും. സോ ഓട്ടോമാറ്റിക്കലി സൈസ് വിൽ ഡിക്രീസ്. അപ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ടോപ്പ് ടു ബോട്ടം ആറ്റോമിക് റേഡിയസ് ഇൻക്രീസസ്, ലെഫ്റ്റ് ടു റൈറ്റ് ആറ്റോമിക് റേഡിയസ് ഡിക്രീസസ്. ക്ലിയർ ആണല്ലോ അത്? നെക്സ്റ്റ്, അയണൈസേഷൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പിയും സൈസും തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ട്. സൈസ് കൂടുന്തോറും അതിനു മുമ്പ് എന്താ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ? ഒരു ആറ്റം അതിൻ്റെ ഗേഷ്യസ് സ്റ്റേറ്റിൽ ഒക്കുപ്പൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും വാലൻസ് ഷെല്ലിൽ ഇരിക്കുന്ന ഏറ്റവും ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കേണ്ട എനർജീനെയാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ആറ്റം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും അറ്റത്തിരിക്കുന്ന ഇലക്ട്രോണിനെ നമുക്ക് നിർബന്ധിച്ച് അതിൽ നിന്ന് വലിച്ചെടുക്കണം. അങ്ങനെ നിർബന്ധിച്ച് അതിൽ നിന്ന് പിടിച്ചു മാറ്റുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും കുറച്ച് എനർജി ഉപയോഗിക്കേണ്ടി വരില്ലേ? ആ എനർജീനെയാണ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അതിൻ്റെ സൈസുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. ഒരു ആറ്റത്തിൻ്റെ സൈസ് ഭയങ്കര വലുതാണെങ്കിൽ ന്യൂക്ലിയസിൽ നിന്ന് വാലൻസ് ഇലക്ട്രോൺ ഒരുപാട് അകലെയായിരിക്കും അല്ലേ. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരൻ്റാണ്, ഈ ഇലക്ട്രോൺ ആണ് നമ്മൾ. അപ്പോൾ ഈ പാരൻറ്റിൽ നിന്ന് നമ്മൾ എത്രമാത്രം അകലെയാണോ അത്രയും എളുപ്പമാണ് പുറത്തുനിന്ന് ഒരാൾക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അല്ലേ. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ സൈസ് കൂടുന്തോറും ഈ ന്യൂക്ലിയസിൻ്റെ ഏരിയയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ആ ഇലക്ട്രോൺ. സോ ആ ഇലക്ട്രോണിനെ നമുക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ വളരെ കുറച്ച് എനർജി മാത്രമേ ചിലവഴിക്കേണ്ടി വരും. അതായത് പുറത്തുനിന്ന് ഒരാൾക്ക് വന്ന് നമ്മളെ വഴി തെറ്റിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ വളരെ എളുപ്പമാണ്, കാരണം നമ്മുടെ പാരൻസിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരെയാണ് അല്ലേ. സോ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷനിൽ നിന്ന് അത് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് അതിനെ പ്ലക്ക് ചെയ്യാൻ എളുപ്പമാണ്. സോ വെൻ സൈസ് ഇൻക്രീസസ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. സോ പീരിയോഡിക് ടേബിളിൽ ടോപ്പ് ടു ബോട്ടം പോകുമ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി എന്താ ചെയ്യുന്നത്? ഡിക്രീസസ്. റീസൺ മനസ്സിലായോ? സൈസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യുന്നത്. തിരിച്ച് ലെഫ്റ്റ് ടു റൈറ്റ് ചിന്തിച്ച് നോക്കി നിങ്ങൾ. ലെഫ്റ്റ് ടു റൈറ്റ് പീരിയോഡിക് ടേബിൾ പോകുമ്പോൾ സൈസ് കുറയല്ലേ. സൈസ് കുറയാന്ന് പറഞ്ഞാൽ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ ന്യൂക്ലിയസിനോട് അടുത്തിരിക്കുക, അപ്പോൾ അട്രാക്ഷൻ കൂടുതലാണ്. ആ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും. സോ അയണൈസേഷൻ എൻതാൽപ്പി വിൽ ബി മോർ. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്. കണ്ടോ? അപ്പോൾ സൈസിന് സംഭവിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അയണൈസേഷൻ എൻതാൽപ്പിക്ക് സംഭവിക്കുന്നതെന്ന് ഓർത്താൽ മതി. സോ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കുറവ് അയണൈസേഷൻ എൻതാൽപ്പി ഉള്ള ആൾ ലെഫ്റ്റിൽ ഏറ്റവും താഴെയായിരിക്കും അല്ലേ. താഴേക്ക് വരുന്നതോറും അയണൈസേഷൻ എൻതാൽപ്പി കുറയും, റൈറ്റിലേക്ക് പോകുന്നതോറും കൂടുതലേ. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ആൾ ലെഫ്റ്റിൽ ഏറ്റവും താഴെ കിടക്കുന്ന ആളായിരിക്കും. ഓക്കെ, ഇനി അതുപോലെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. സൈസും അയണൈസേഷൻ എൻതാൽപ്പിയും തമ്മിൽ ബന്ധമുണ്ട് അല്ലേ. അതുപോലെ അയണൈസേഷൻ എൻതാൽപ്പിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും തമ്മിൽ ബന്ധമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റാണ്. അയണൈസേഷൻ എൻതാൽപ്പിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അയണൈസേഷൻ എൻതാൽപ്പി എന്താ? ഏറ്റവും വാലൻസ് ഷെല്ലിലിരിക്കുന്ന ഇലക്ട്രോണിനെ പറിച്ചെടുക്കാൻ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട എനർജി. തിരിച്ച് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണെന്നറിയോ? ആ ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ അവർ ഇങ്ങോട്ട് തരുന്ന എനർജി. ഓക്കെ, അയണൈസേഷൻ എൻതാൽപ്പി എന്താ? നമ്മൾ എനർജി അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺ ഇങ്ങോട്ട് കിട്ടും. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താ? ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എനർജി ഇങ്ങോട്ട് കിട്ടും. മനസ്സിലായോ? രണ്ടും ഓപ്പോസിറ്റാണ്.
അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഒരാൾക്ക് കൂടണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കൂടുക എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് അർത്ഥം? അവർ അത്രയും എനർജി നമുക്ക് ഇങ്ങോട്ട് തരികയാണ്. അതുകൊണ്ടാണ് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി മോർ നെഗറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ അത്ര എനർജി അവർ ഇങ്ങോട്ട് തരികയാണ്. ഇപ്പോൾ ഒരാളുടെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി -30 ഒരാളുടെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി -40 ആണെങ്കിൽ -40 ഉള്ള ആൾക്ക് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കൂടുതൽ. നിങ്ങൾ ചോദിക്കും -30ലും -40ലും -30 അല്ലേ കൂടുതലെന്ന്. അത് മാത്സ് അനുസരിച്ചാണ് -30 കൂടുതൽ. -40 ആൻഡ് -30 എന്ന് പറഞ്ഞാൽ -30 എന്ന് പറഞ്ഞാൽ 30 എനർജി ലിബറേറ്റ് ചെയ്യുന്നു. -40 എന്ന് പറഞ്ഞാൽ 40 എനർജി ലിബറേറ്റ് ചെയ്യുന്നു. ഏതാ ഇപ്പോൾ വലുത്? -40 അല്ലേ? ഓക്കെ, അതാണ് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് ആ ഇലക്ട്രോണിനെ മേടിക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന്. ഇലക്ട്രോണിനെ മേടിച്ച അയാൾക്ക് എന്തോ കിട്ടും. എന്ത് കിട്ടും? സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ ഏറ്റവും അധികം സ്റ്റെബിലിറ്റി കിട്ടുന്ന ആൾക്കാരായിരിക്കും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഏറ്റവും കൂടുതൽ കാണിക്കുക. ആരാ അത്? നമ്മുടെ പീരിയോഡിക് ടേബിളിൽ അങ്ങനെയുള്ള ആളാരാ? ഹാലജൻസ്. ഹാലജൻസിൻ്റെ ബാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസാണ്. ഒരെണ്ണം കിട്ടിയാൽ അവർക്ക് അപ്പോൾ സ്റ്റെബിലിറ്റി കിട്ടും. സോ ഏറ്റവും അധികം ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ളത് ഹാലജൻസിനായിരിക്കും. ഏറ്റവും നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഉള്ളത് ഹാലജൻസിനായിരിക്കും. ഏറ്റവും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോസിറ്റീവ് എന്നൊരു അർത്ഥം വരും അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ മോർ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഹാലജൻസിനാണെന്ന് പറയുന്നത്. അപ്പം പീരിയോഡിക് ടേബിളിലെ ട്രെൻഡ് എന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഇൻക്രീസസ് ആണ്. അതുകൊണ്ടല്ലേ ഹാലജൻസിന് ഏറ്റവും കൂടുതൽ വന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഇൻക്രീസസ്. അപ്പോൾ ടോപ്പ് ടു ബോട്ടം ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഡിക്രീസസ് ആയിരിക്കും. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഇൻക്രീസസ്. അതുകൊണ്ടാണ് ഹാലജൻസിന് ഏറ്റവും കൂടുതൽ വന്നത്. ടോപ്പ് ടു ബോട്ടം അത് കുറയും. ഇതൊക്കെ ജനറലാണ്, ഇതിൽ എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ആദ്യം ജനറൽ പഠിച്ചു വെക്കുക, എന്നാലാണ് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് ആർക്കാ കൂടുതൽ എന്നൊക്കെ ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയുടെ ഓർഡർ. അടുത്തത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു കൺസെപ്റ്റ് അല്ല, ഒരു തിയറട്ടിക്കലായിട്ടുള്ള കൺസെപ്റ്റാണ്. ലിനസ് പോളിംഗ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചൊരു കൺസെപ്റ്റാണ്. ഈ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും എല്ലാവർക്കും കൺഫ്യൂഷൻ ആവാറുണ്ട്. കാരണം രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ മേടിക്കുമ്പോൾ അവർ റിലീസ് ചെയ്യുന്ന എനർജിയാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അങ്ങനെ ഒരു എനർജി അല്ല, അതിനൊരു യൂണിറ്റോ ഒരു വാല്യൂവോ കറക്റ്റ് ഒരു വാല്യൂ ഒന്നുമില്ല. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവരുടെ ഒരു എബിലിറ്റീനെ കാണിക്കുന്നതാണ്. ഷെയറിങ്ങിലിരിക്കുന്ന ഒരു ബോണ്ടിൽ ഷെയറിങ്ങിലിരിക്കുന്ന ഇലക്ട്രോണിനെ ഒരാളുടെ അടുത്തേക്ക് വലിച്ചു നിർത്താനുള്ള ആ കഴിവ്, അതാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. സോ അതൊരു എനർജി അല്ല, അതുകൊണ്ട് തന്നെ യൂണിറ്റും ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വലിച്ചു നിർത്തുന്ന ആ കഴിവിനാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അത് സയൻറ്റിസ്റ്റുകൾ ഒരു സ്കെയിൽ ഉണ്ടാക്കി അതിൽ ഓരോരുത്തർക്കും ഓരോ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ള എലമെൻറ്റ് ഫ്ലൂറിനാണ്. ഫ്ലൂറിൻ്റെ വാല്യൂ 4 ആയിട്ടാണ് അവർ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതിന് വിത്ത് റെസ്പെക്റ്റാണ് ബാക്കി എല്ലാവർക്കും വാല്യൂ കൊടുത്തിരിക്കുന്നത്. സോ പീരിയോഡിക് ടേബിളിൻ്റെ ട്രെൻഡ് പറയുകയാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇൻക്രീസസ്. ഹാലജൻസിനല്ലേ ഏറ്റവും കൂടുതൽ, ഫ്ലൂറിനല്ലേ ഏറ്റവും കൂടുതൽ. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസസ് ആൻഡ് ടോപ്പ് ടു ബോട്ടം ഡിക്രീസസ്. നോൺ മെറ്റൽസിനായിരിക്കും എപ്പോഴും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ. പീരിയോഡിക് ടേബിളിൽ നോൺ മെറ്റൽസ് എവിടെ കിടക്കുന്നത്? റൈറ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നവർ മെറ്റൽസ് ആണ്. ഗ്രൂപ്പ് 1 ഉം 2 ഒക്കെ മെറ്റൽസ് ആണ്. 13 തൊട്ട് അങ്ങോട്ടുള്ളവരെല്ലാം നോൺ മെറ്റൽസ് ആണ്. എല്ലാം അല്ല എങ്കിലും മോസ്റ്റ് ആൾക്കാരും നോൺ മെറ്റൽസ് ആണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസസ്, ടോപ്പ് ടു ബോട്ടം ഡിക്രീസസ്. നെക്സ്റ്റ് വാലൻസിയാണ്. വാലൻസി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാലാണ് വാലൻസിയിലെ വേരിയേഷൻ പഠിക്കാൻ പറ്റുള്ളൂ. വാലൻസി എന്ന് പറഞ്ഞാൽ എന്താ? വാലൻസിയും വാലൻസ് ഇലക്ട്രോണും രണ്ടാണ്. വാലൻസി വേറെ, വാലൻസ് ഇലക്ട്രോൺ വേറെ. ചില കേസിൽ വാലൻസ് ഇലക്ട്രോണും വാലൻസിയും സെയിം ആകാം. സപ്പോസ് ഒരാളുടെ വാലൻസ് ഷെല്ലിൽ 1 ഇലക്ട്രോണാണുള്ളത്. സോ അയാളുടെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 1. അയാളുടെ വാലൻസിയും 1 തന്നെയായിരിക്കും. കാരണം അയാൾക്ക് ആ 1 വിട്ടുകൊടുത്തിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ആക്കുന്നത് എളുപ്പം. തൊട്ട് മുമ്പത്തെ ഷെല്ലിൽ 8 ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ 1 വിട്ട് കൊടുത്തിട്ട് വാലൻസി 8 ആക്കുന്നതാണ് അവർക്ക് എളുപ്പം. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ആക്കുന്നത് എളുപ്പം. സോ വാലൻസ് ഇലക്ട്രോൺ 1 ഉള്ളവരുടെ വാലൻസിയും 1 തന്നെയായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 1 ആയതുകൊണ്ട് അവരുടെ വാലൻസിയും 1 തന്നെയാണ്. സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻസിൻ്റെയോ? ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസിൻ്റെ വാലൻസി 1. സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻസിൻ്റെയോ? അവരുടെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 2 ആണ്. അവർക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നുകിൽ 2 ആ 2 വിട്ടുകൊടുത്ത് ഔട്ടർ മോസ്റ്റ് 8 ആക്കാം, അല്ലെങ്കിൽ 6 മേടിച്ച് ഔട്ടർ മോസ്റ്റ് 8 ആക്കാം. ഏതാ അവർക്ക് എളുപ്പം? 2 കൊടുക്കുന്നതല്ലേ എളുപ്പം. സോ അവർ 2 കൊടുക്കും. സോ സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ വാലൻസി 2. പിന്നെ ട്രാൻസിഷൻ മെറ്റൽസ് നോക്കണ്ട, അവർ വേരിയബിൾ വാലൻസി കാണിക്കുന്നവരാ. നെക്സ്റ്റ് 13th ഗ്രൂപ്പാണ്. 13th ഗ്രൂപ്പിൻ്റെ വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസാണ്. അപ്പോൾ അവർക്ക് ഒന്നുകിൽ 3 കൊടുക്കാം, അല്ലെങ്കിൽ 5 മേടിക്കാം. ഏതായിരിക്കും അവർക്ക് എളുപ്പം? 3 കൊടുക്കുന്നതല്ലേ. സോ അവരുടെ വാലൻസി 3 ആയിരിക്കും. ഓക്കെ, 14th ഗ്രൂപ്പിൻ്റെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 4. അവർക്ക് 2 പോസിബിലിറ്റി, 4 കൊടുക്കാം അല്ലെങ്കിൽ 4 മേടിക്കാം. രണ്ടും ഒന്ന് തന്നെയല്ലേ. സോ അവരുടെ വാലൻസി 4. 15th ഗ്രൂപ്പിൻ്റെ വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 5 ആണ്. 5 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്.
അപ്പോൾ അവർക്ക് 5 എണ്ണം കൊടുക്കാം അല്ലെങ്കിൽ 3 എണ്ണം മേടിക്കാം. ഏതായിരിക്കും അവർ പ്രിഫർ ചെയ്യുക? 3 എണ്ണം മേടിക്കുന്നതല്ലേ അവർ പ്രിഫർ ചെയ്യുള്ളൂ. 5 എണ്ണം കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടല്ലേ, 5 പേരെ അന്വേഷിച്ചെടുക്കണ്ടേ. അതിന് നല്ലത് 3 പേരെ കണ്ടുപിടിച്ച് 3 എണ്ണം മേടിക്കുന്നതാണ്. സോ അവരുടെ വാലൻസ് ഇലക്ട്രോൺ 5 ആണെങ്കിൽ അവരുടെ വാലൻസി എത്രയാണ്? 3 ആണ്. ഓക്കെ, സോ അവരുടെ വാലൻസി 3. 16th ഗ്രൂപ്പിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 6 ആണ്, പക്ഷെ അവരുടെ വാലൻസി 2 ആണ്, കാരണം 2 എണ്ണം മേടിക്കുന്നത് അവർക്ക് എളുപ്പം. 17th ഗ്രൂപ്പിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 7 ആണ്, പക്ഷെ അവരുടെ വാലൻസി 1 ആണ്, കാരണം 1 മേടിക്കുന്നത് അവർക്ക് എളുപ്പം. 18th ഗ്രൂപ്പിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 8 ആണ്, പക്ഷെ അവരുടെ വാലൻസി 0 ആണ്. കണ്ടോ? അപ്പോൾ പീരിയോഡിക് ടേബിളിൽ വാലൻസിയുടെ വേരിയേഷൻ നോക്കിയേ. ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്തോറും വാലൻസി ഫസ്റ്റ് ഇൻക്രീസസ് ഫ്രം 1 to 4, ദെൻ ഡിക്രീസസ് ടു 0. ആദ്യം 1 തുടങ്ങി 4 വരെ വാലൻസി ഇൻക്രീസ് ചെയ്യും, അത് കഴിഞ്ഞ് ഡിക്രീസ് ചെയ്തത് 0യിൽ വന്ന് നിൽക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴും വാലൻസിയും വാലൻസ് ഇലക്ട്രോണും സെയിം അല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ വരെയാണ് സെയിം ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വാലൻസ് ഇലക്ട്രോൺസ് 8 മൈനസ് വാലൻസ് ഇലക്ട്രോൺസ് ആയിരിക്കും വാലൻസി. അപ്പോൾ പീരീഡിൽ അവരുടെ ട്രെൻഡ് ഇങ്ങനെയാണ്. ഗ്രൂപ്പിൽ അവരുടെ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിന് ഒറ്റ വാലൻസി ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് ഗ്രൂപ്പിനെല്ലാം വാലൻസി 1, സെക്കൻഡ് ഗ്രൂപ്പിനെല്ലാം വാലൻസി 2, 13th ഗ്രൂപ്പിനെല്ലാം വാലൻസി 3, അങ്ങനെ. സോ ഗ്രൂപ്പിൽ ഒറ്റ വാലൻസി ഉണ്ടാവുള്ളൂ. പീരീഡിൽ ഇതാണ് വേരിയേഷൻ. ഫസ്റ്റ് ഇൻക്രീസസ് ടു 4, ദെൻ ഡിക്രീസസ് ടു 0. ക്ലിയർ അല്ലേ വാലൻസി? നെക്സ്റ്റ് ലാസ്റ്റ് കെമിക്കൽ റിയാക്ടിവിറ്റിയാണ്. കെമിക്കൽ റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇവരുടെ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓൾറെഡി ഞാനിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ അത് പറഞ്ഞു. പീരിയോഡിക് ടേബിളിലെ ലെഫ്റ്റിലുള്ളവർ ഗ്രൂപ്പ് 1ഉം 2ഉം മെറ്റൽസ് ആണ്. റൈറ്റ് സൈഡിലേക്ക് വരുന്തോറും അവർ നോൺ മെറ്റൽസ് ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്തോറും നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നു എന്ന് പറയാം. ശരിയല്ലേ? റൈറ്റിലേക്ക് പോകുന്തോറും അവർ മെറ്റൽ മാറി നോൺ മെറ്റൽ ആയിക്കൊണ്ടിരിക്കുകയല്ലേ. സോ ലെഫ്റ്റ് ടു റൈറ്റ് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്, അതർവൈസ് മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ്. അങ്ങനെയും പറഞ്ഞൂടെ? മെറ്റാലിക് ക്യാരക്ടർ പറയുമ്പോഴാണല്ലോ നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടാൻ. സോ ലെഫ്റ്റ് ടു റൈറ്റ് മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ് ഓർ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. നേരെ തിരിച്ചാണ് ടോപ്പ് ടു ബോട്ടം. ടോപ്പ് ടു ബോട്ടം മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്, താഴേക്ക് വരുന്നതോറും അവർ നല്ല മെറ്റലാവുക. മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ് വേറസ് നോൺ മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ്. ഓക്കെ അല്ലേ? അതാണ് അവരുടെ കെമിക്കൽ റിയാക്ടിവിറ്റിയുടെ ഓർഡർ. റിയാക്ടിവിറ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ മെറ്റൽസിലും റിയാക്ടിവിറ്റി കൂടിയവരുണ്ട്, നോൺ മെറ്റൽസിലും റിയാക്ടിവിറ്റി കൂടിയവരുണ്ട്. അപ്പോൾ റിയാക്ടിവിറ്റി പറയുകയാണെങ്കിൽ ടോപ്പ് ടു ബോട്ടം, അത് രണ്ട് സൈഡിലും ടോപ്പ് ടു ബോട്ടം റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. താഴേക്ക് വരുന്നതോറാണ് റിയാക്ടിവിറ്റി കൂടുക. ഇവരുടെ മെറ്റാലിക് നോൺ മെറ്റാലിക് വേരിയേഷൻ പറയുകയാണെങ്കിലാണ് ഇങ്ങനെ പറയേണ്ടത്. റൈറ്റിലേക്ക് പോകുന്നതോറും കൂടുതൽ നോൺ മെറ്റൽസ് ആവും, ലെഫ്റ്റിലുള്ളവർ മെറ്റൽസ് ആയിരിക്കും. ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടറാണ് കൂടുന്നത്, നോൺ മെറ്റാലിക് ക്യാരക്ടർ കുറയും. അപ്പോൾ ഏറ്റവും നല്ല നോൺ മെറ്റൽ റൈറ്റ് സൈഡിൽ മുകളിലായിരിക്കും, ഏറ്റവും നല്ല മെറ്റൽ ലെഫ്റ്റ് സൈഡിൽ താഴെയായിരിക്കും. ഓക്കെ, അങ്ങനെ വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ് ശരിക്കും ആ ചാപ്റ്ററിൽ നമുക്ക് വേരിയേഷൻ എന്നുള്ള രീതിക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവരുടെ പീരിയോഡിക് ടേബിളിലുള്ള വേരിയേഷൻ ഇങ്ങനെ എളുപ്പത്തിൽ ഓർത്ത് വെച്ചാൽ ഒരുമാതിരി ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ എക്സെപ്ഷൻസ് ഉള്ളത് മാത്രം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.